ഇന്ത്യയിലെ ഒരു വിദ്യാർത്ഥി വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു എന്ന് കരുതുക. അവർക്ക് അമേരിക്കയിലെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം കിട്ടി. പഠനത്തിനുള്ള പൈസയൊക്കെ അവൻ ഉണ്ടാക്കി, എല്ലാ രേഖകളും ശരിയാക്കി. അതിനുശേഷം ആ വിദ്യാർത്ഥി സ്റ്റുഡൻറ്റ് വിസ ഇൻ്റർവ്യൂവിന് പോയി. ചിലപ്പോൾ ഇൻ്റർവ്യൂ 2 മിനിറ്റിൽ കുറവായിരിക്കും. പല വിദ്യാർത്ഥികളുടെയും വിസ നിരസിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. നല്ല മാർക്കുള്ള വിദ്യാർത്ഥികൾക്കും കാശുള്ളവർക്കും എന്തുകൊണ്ട് വിസ കിട്ടുന്നില്ല? ഒരു പ്രധാന കാരണം വിദ്യാർത്ഥി പഠനം കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് മടങ്ങി വരുമെന്ന് വിസ ഓഫീസർമാർക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. വിദ്യാർത്ഥിക്ക് അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് ഉദ്യോഗസ്ഥർക്ക് തോന്നിയാൽ വിസ നിരസിക്കാം. ഇതിനെ റൂൾ സെക്ഷൻ 214B എന്ന് പറയുന്നു. പലപ്പോഴും എന്തുകൊണ്ടാണ് വിസ നിരസിച്ചതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമായി പറയാറും കൂടിയില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായി ഉത്തരം കിട്ടിയിട്ടും വിസ കിട്ടിയില്ലെന്ന വിദ്യാർത്ഥികൾ പറയുന്നതും ഇതുകൊണ്ടാണ്. ചില സമയങ്ങളിൽ ഇൻ്റർവ്യൂവിൽ തെറ്റിദ്ധാരണകളുണ്ടാവാം. ഉദാഹരണത്തിന്, ഒരു വിദ്യാർത്ഥി ഇന്ത്യയിൽ താമസിക്കുമ്പോൾ ഒരു കമ്പനിക്ക് വേണ്ടി ഓൺലൈനിൽ ജോലി ചെയ്തു. അവൾ ഇത് വിശദീകരിച്ചെങ്കിലും അവൾ അമേരിക്കയിൽ നിയമവിരുദ്ധമായി ജോലി ചെയ്തു എന്ന് ഉദ്യോഗസ്ഥൻ കരുതിയിട്ടുണ്ടാകാം. അഭിമുഖത്തിൽ വ്യക്തവും ലളിതവുമായ ഉത്തരങ്ങൾ നൽകുന്നത് പ്രധാനമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. മറ്റു ചിലപ്പോൾ വിസ ഫോമിലെ തെറ്റുകൾ കാരണം വിദ്യാർത്ഥികൾക്ക് വിസ നിഷേധിക്കപ്പെടാറുണ്ട്. അല്ലെങ്കിൽ പഠനത്തിലുള്ള പണം എങ്ങനെ നൽകുമെന്ന് വ്യക്തമായി കാണിക്കാതിരിക്കുക. മാതാപിതാക്കളാണ് പണം നൽകുന്നതെങ്കിൽ പോലും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളോ ലോൺ രേഖകളോ കാണിക്കണം. രേഖകളിലെ ആശയക്കുഴപ്പം ഒരു പ്രശ്നമുണ്ടാക്കാം. എല്ലാം ശരിയായി തോന്നിയാൽ പോലും ചിലപ്പോൾ വിസ നിരസിക്കപ്പെടാം. അമേരിക്കയിലെ സ്ഥിതിഗതികൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പല റിപ്പോർട്ടുകളും പറയുന്നുണ്ട്. രാജ്യത്തേക്ക് വരുന്ന ആളുകൾക്കുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുകയാണ്. വിദേശികൾ കുറഞ്ഞ എണ്ണം മതി എന്നാണ് ട്രംപ് ഭരണകൂടം പറയുന്നത്. വിദ്യാർത്ഥി വിസ നൽകുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക കാരണം കൂടാതെ അപേക്ഷകൾ നിരസിക്കാൻ കൂടുതൽ അധികാരവും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന പ്രോഗ്രാം നിർത്തലാക്കാൻ പദ്ധതിയുണ്ട്. ഈ പ്രോഗ്രാം പഠനം കഴിഞ്ഞ് 1 വർഷം അമേരിക്കയിൽ ജോലി ചെയ്യാൻ വിദ്യാർത്ഥികളെ അനുവദിക്കുമായിരുന്നു. പല ഇന്ത്യൻ വിദ്യാർത്ഥികളും ഈ സമയം ജോലി കണ്ടെത്താനും കൂടുതൽ കാലം അവിടെ താമസിക്കാൻ മറ്റൊരു വിസ നേടാനും ഉപയോഗിച്ചിരുന്നു. OPT നിർത്തലാക്കിയാൽ വലിയ ലോണുകൾ എടുത്ത വിദ്യാർത്ഥികൾക്ക് പഠനം കഴിഞ്ഞ ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങേണ്ടി വരും. അവർക്ക് ജോലി പരിചയമോ പണം തിരിച്ചടയ്ക്കാൻ സമയമോ കിട്ടിയെന്ന് വരില്ല. ഈ മാറ്റങ്ങൾ കാരണം US പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കണമെന്നാണ് വിദഗ്ധർ ഇന്ത്യൻ വിദ്യാർത്ഥികളോട് പറയുന്നത്. ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടുന്നത് മാത്രമല്ല കാര്യം, വിസ കിട്ടുകയും വലിയ നിക്ഷേപം ലാഭകരമാക്കാൻ ആവശ്യമായ സമയം അവിടെ താമസിക്കാൻ കഴിയുകയും വേണം. അതേസമയം US പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ ജോലി കിട്ടുന്നില്ലെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് ജെൻസി എന്നറിയപ്പെടുന്ന യുവതലമുറ ആരോഗ്യ സംരക്ഷണ മേഖലയിലെ ജോലികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നാണ്. സ്ഥിരതയും അർത്ഥവുമുള്ള തൊഴിലുകൾക്കാണ് അവർ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ഇത് തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്താനും സാധ്യതയുണ്ട്. മുൻപ് ടെക്നോളജി കമ്പനികളിൽ യുവ പ്രൊഫഷണൽസുകളുടെ സ്വപ്ന തൊഴിലിടങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികളും യുവ ബിരുദധാരികളും ഈ രംഗത്തേക്ക് വരാൻ മടിക്കുന്നു. നാഷണൽ സൊസൈറ്റി ഫോർ ഹൈസ്കൂൾ സ്കോളേഴ്സ് നടത്തിയ പഠനത്തിൽ യുവതലമുറയും ടെക്നോളജി വ്യവസായവും തമ്മിൽ ഒരു അകൽച്ചയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ നന്നായി ആലോചിച്ച് തീരുമാനമെടുക്കണം. എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കണം.